ഭീഷ്മയിൽ മാത്രമായിരുന്നില്ല അംബയുടെ ശാപം വന്ന് പതിഞ്ഞത്. ആ രാജ്യം മുഴുവൻ പടർന്നുകൊണ്ടേയിരുന്നു. ഭരണം നടത്തുന്ന വിചിത്രവീര്യൻ അധികം വൈകാതെ തന്നെ മരണമടഞ്ഞു. വിചിത്രവീര്യന്റെ മരണം ഹസ്തിനപുരം മുഴുവനും ഞെട്ടിച്ചു. കാരണം രാജ്യത്തിപ്പോൾ രാജാവില്ലാതെയായിരിക്കുന്നു. ഭീഷ്മയെയും ആ സംഭവം ആശയക്കുഴപ്പത്തിലാഴ്ത്തി. അയാൾ പോംവഴിക്കായി ആലോചന തുടങ്ങി. അപ്പോഴാണ് പ്രതീക്ഷിക്കാതെ സത്യവതി ഭീഷ്മയുടെ അടുത്തേക്കെത്തിയത്. ഭീഷ്മ, ഹസ്തിനപുരത്തെ സിംഹാസനം ഇങ്ങനെ ഒഴിഞ്ഞുകിടക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇതിനുള്ള പോംവഴിക്കായുള്ള ആലോചനയിലായിരുന്നു ഞാൻ ഇത്രയും നേരം. എൻ്റെ ഉള്ളിൽ ഒരു വഴി തെളിഞ്ഞു വന്നിട്ടുണ്ട്. മകൻ ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. കാരണം അച്ഛനിൽ നിന്ന് വരെ ഞാൻ മറച്ചുവെച്ച ഒരു വലിയ രഹസ്യമാണത്. ഭീഷ്മ സത്യവതിയുടെ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കാൻ തുടങ്ങി. ശന്തനുരാജന് മുൻപ് നാം ഒരു തവണ വിവാഹം കഴിച്ചതാണ്. അതിലെനിക്കൊരു മകനുമുണ്ട്, വ്യാസൻ. നമ്മുടെ ഈ പ്രശ്നം അവന് തീർക്കാൻ കഴിയുമെന്ന തോന്നൽ എന്നെ വിടാതെ പിന്തുടരുന്നു. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ഹസ്തിനപുരത്തിൻ്റെ ഭാവിയെ കണ്ടുകൊണ്ട് മാത്രം മനസ്സിലാക്കുക. ഇതല്ലാതെ വേറെ ഒരു വഴിയും എൻ്റെ മനസ്സിൽ വരുന്നില്ല. അമ്മയ്ക്ക് എന്നോട് കാര്യങ്ങൾ പറയാൻ മുഖവരയുടെ ആവശ്യമില്ല. എന്താണ് അമ്മയുടെ മനസ്സിലെന്ന് വ്യക്തമായി എന്നോട് പറയാം. വ്യാസൻ മുഖേന നമ്മുടെ 2 രാജ്ഞികളും ഗർഭിണിയായാൽ തീരാവുന്ന പ്രശ്നമേ നമ്മുടെ മുൻപിൽ ഇപ്പോഴുള്ളൂ. സത്യവതിയുടെ ആ മറുപടി ഭീഷ്മയെ ചെറുതായി ഒന്ന് ഞെട്ടിച്ചു. പക്ഷേ പുറത്തു കാണിച്ചില്ല. അമ്മയുടെ തീരുമാനം അതാണെങ്കിൽ ഇപ്പോൾ തന്നെ നാം വ്യാസനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. സത്യവതി സമ്മതം മൂളി. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം വ്യാസൻ മുഖേന 2 രാജ്ഞിമാരും ഗർഭിണികളായി. ഹസ്തിനപുരം മുഴുവനും ആ സന്തോഷം ആഘോഷിച്ചു. സത്യവതി ആ സന്തോഷം മധുരങ്ങളായി രാജ്യം മുഴുവൻ പങ്കുവച്ചു. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം അംബിക പ്രസവിച്ചു. എന്നാൽ അതുവരെ ഉണ്ടായ സന്തോഷം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതായിരുന്നു ആ ഒരു സംഭവം. അംബികയിലുണ്ടായ ആൺകുട്ടിക്ക് കാഴ്ചയില്ല. സത്യവതിക്കും അംബികയ്ക്കും ഇത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. വാർത്തയറിഞ്ഞ ഭീഷ്മ ചെറുതായി ഒന്ന് ഭയന്നു. അവരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ഭീഷ്മയ്ക്കറിയില്ലായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം അംബാലിക പ്രസവിച്ചു. അതും ഒരു ആൺകുട്ടിയായിരുന്നു. പക്ഷേ കുട്ടിക്ക് കുഴപ്പങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കുറച്ച് സമാധാനം കൊട്ടാരത്തിൽ വീണത് ആ കുട്ടിയെ കണ്ടപ്പോഴാണ്. ശേഷം അവർ 2 പേരും വളരാൻ ആരംഭിച്ചു. അംബികയുടെ മകന് ആയുധാഭ്യാസം പഠിക്കാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ കാഴ്ചയില്ലാത്തതിനാൽ ആയുധമുറകൾ ഒന്നും തന്നെ അവൻ പഠിച്ചിരുന്നില്ല. എല്ലാവർക്കും ആ കുട്ടിയോട് കാഴ്ചയില്ലാത്തതിന്റെ സഹതാപമായിരുന്നു. അവനാണെങ്കിൽ ആ സഹതാപം ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എല്ലാവരുടെയും വിശ്വാസം ഇളയ കുട്ടിയോടായിരുന്നു. അവനോടുള്ള പരിചരണവും സ്നേഹവും മറ്റൊരു രീതിയിൽ തന്നെയായിരുന്നു. കാണുന്നില്ലെങ്കിലും ഇതെല്ലാം സൂക്ഷ്മമായി അന്ധനായ ചേട്ടൻ ഹൃദയം പൊട്ടി കേൾക്കുന്നുണ്ടായിരുന്നു. തന്റെ കുഞ്ഞ് സഹോദരന്റെ പരിശീലനം കൊതിയോടെ ആ കുട്ടി കേട്ടിരിക്കുക പതിവായിരുന്നു. ആദ്യമൊക്കെ വിനോദത്തിന് മാത്രമായാണ് അത് കേട്ടിരുന്നതെങ്കിലും ആ ശബ്ദങ്ങൾ കേട്ട് അവൻ അവയുടെ ഓരോ നീക്കവും മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. പതിയെ പതിയെ അവൻ ആരുമറിയാതെ ആയുധ പരിശീലനം സ്വയം ചെയ്യാൻ തുടങ്ങി. കുറച്ചുനാളത് ചെയ്തപ്പോൾ തന്നെ അവനൊരു വിചിത്ര കാര്യം മനസ്സിലാക്കി. തന്റെ മനസ്സിന്റെ ഒരു വിചിത്ര കാര്യം. താൻ തന്റെ കാഴ്ചയില്ലായ്മയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന സമയം കാഴ്ചയില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ മാത്രമായിരുന്നു തന്നെ അലട്ടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും തന്റെ ശ്രദ്ധ പരിശീലനത്തിലേക്ക് മാറ്റിയപ്പോൾ കാഴ്ചയില്ലാത്ത കാര്യം പോലും താൻ മറന്നിരിക്കുന്നു. അതായത് താൻ ഏതിലാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും മനസ്സ് പ്രവർത്തിക്കുന്നത്. പിന്നീടുള്ള നിമിഷം മുതൽ അവൻ തനിക്ക് കാഴ്ചയില്ല എന്ന കാര്യം ചിന്തിച്ചിട്ടു കൂടിയില്ല. അയാളുടെ ചിന്ത മുഴുവനായും തന്റെ ഉള്ള കഴിവുകളിൽ മാത്രം കേന്ദ്രീകരിച്ചു. ശേഷം രാവും പകലും അയാൾ സ്വയം പരിശീലനം ചെയ്യാൻ ആരംഭിച്ചു. കൊട്ടാരത്തിലെ എല്ലാവരും തന്നെ അവന്റെ ആയുധാഭ്യാസം കണ്ട് അമ്പരന്നു. ഒരിക്കലും അവനെ അതിൽ തടയാൻ കഴിഞ്ഞില്ല. ഒരു ഭ്രാന്തനെ പോലെ അവൻ സ്വയം പരിശീലനം ചെയ്തു. അവന്റെ പോക്ക് കണ്ട് അമ്മാവനായ ഭീഷ്മയ്ക്ക് ഭയമായി. ശേഷം ഭീഷ്മയും രാജ്യത്തെ പ്രധാന പരിശീലകനായ കൃപാചാര്യനും അവനെ പരിശീലിപ്പിക്കാൻ തുടങ്ങി. ഭീഷ്മ ആ തീരുമാനം എടുത്തതിന്റെ പ്രധാന കാരണം ആ ഇടഞ്ഞു നിൽക്കുന്ന ആനയെ ഒന്ന് മെരുക്കാൻ മാത്രമായിരുന്നു. ഇളയ സഹോദരനായ പാണ്ഡുവും മൂത്ത സഹോദരനായ ധൃതരാഷ്ട്രരും പ്രായപൂർത്തിയായി. അതായത് സിംഹാസനത്തിലിരിക്കുവാൻ സമയമായിരിക്കുന്നു.
ഇളയ സഹോദരനായ പാണ്ഡു സിംഹാസനത്തിലിരുന്നു. പ്രധാന കാരണം ധൃതരാഷ്ട്രരിന് കാഴ്ചയില്ല എന്നത് തന്നെയാണ്. അങ്ങനെ അമ്മാവനായ ഭീഷ്മയുടെ സഹായത്തോടെ പാണ്ഡു മനോഹരമായി ഹസ്തിനപുരം ഭരിക്കുവാൻ ആരംഭിച്ചു. ശേഷം രണ്ടുപേരും വിവാഹപ്രായമെത്തി. അവർക്ക് യോജിക്കുന്ന പെൺകുട്ടികളെ തിരഞ്ഞ് ഭീഷ്മർ തിരക്കിലായി. ഗാന്ധാര രാജ്യത്തിലെ ഗാന്ധാരി എന്ന രാജകുമാരിയെ ഭീഷ്മർ കണ്ടെത്തി. ഗാന്ധാരിയുടെ സൗന്ദര്യവും ധീരതയും കണ്ട് ധൃതരാഷ്ട്രർക്ക് അവൾ ഇണങ്ങുമെന്ന് ഭീഷ്മയ്ക്ക് തോന്നി. ശേഷം ഭീഷ്മ ഗാന്ധാരിയുടെ മാതാപിതാക്കളുമായി ഈ കാര്യം സംസാരിച്ചു. അവർ ആ വിവാഹം ഉറപ്പിച്ചു. പക്ഷേ ചെറിയ ഒരു പ്രശ്നമുണ്ടായിരുന്നു. മകളായ ഗാന്ധാരിക്ക് ഒരു വിവാഹത്തിനിപ്പോൾ താൽപ്പര്യമുണ്ടായിരുന്നില്ല. ഗാന്ധാരി ഒരു സാധാരണ രാജകുമാരി ആയിരുന്നില്ല. തന്റെ അച്ഛന്റെ കൂടെ യുദ്ധത്തിന് പങ്കെടുക്കുന്നത് അവൾ പതിവായിരുന്നു. യുദ്ധതന്ത്രങ്ങൾ പറഞ്ഞുകൊടുക്കുന്നതിൽ അവൾക്ക് പ്രത്യേക ഒരു കഴിവുണ്ടായിരുന്നു. അവൾ അതിലൊരു പ്രത്യേക ആനന്ദവും കണ്ടെത്തിയിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഒരു സാധാരണ രാജകുമാരി എന്നതിലുപരി നിരവധി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമുള്ള ഒരു യോദ്ധാവ് തന്നെയായിരുന്നു ഗാന്ധാരി. ഒരു പുരുഷന്റെ മുൻപിൽ തന്റെ ജീവിതം അടിയറവ് വയ്ക്കാൻ അവൾ ഒരുക്കമായിരുന്നില്ല. അവൾ ശാന്തമായി തന്നെ തന്റെ തീരുമാനം മാതാപിതാക്കളെ അറിയിച്ചു. പക്ഷെ മാതാപിതാക്കൾ വിടുന്ന മട്ടുണ്ടായിരുന്നില്ല. അവർ നിരവധി തവണ ഗാന്ധാരിയെ നിർബന്ധിച്ചു. അവൾ ബഹുമാനിക്കുന്ന ആളുകൾ വഴി വരെ മാതാപിതാക്കൾ അവളെ നിർബന്ധിച്ചു. പക്ഷേ ഗാന്ധാരി സമ്മതിച്ചില്ല. അങ്ങനെ ഒരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോൾ മാതാപിതാക്കൾ ഒരു കാര്യം അവളോട് പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടി നീ അയാളെ ഒന്ന് കണ്ട് സംസാരിക്കുകയെങ്കിലും ചെയ്യ്. സംസാരിച്ചിഷ്ടമായില്ലെങ്കിൽ നീ വിവാഹം ചെയ്യണ്ട. മാതാപിതാക്കളുടെ ആ വ്യവസ്ഥ ഗാന്ധാരി സമ്മതിച്ചു. സംസാരിച്ചതിന് ശേഷം ഇഷ്ടമായില്ല എന്ന് പറയാമല്ലോ. അങ്ങനെ കുറച്ച് ദിവസത്തിനു ശേഷം അവർ രണ്ടുപേരും കണ്ടുമുട്ടി. ഗാന്ധാരിക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ അയാളെ ഇഷ്ടപ്പെട്ടില്ല. അവർ നിരവധി കാര്യങ്ങൾ പരസ്പരം സംസാരിച്ചു. ശേഷം അവർ പിരിഞ്ഞു. എന്നാൽ പിരിയാൻ നേരം ധൃതരാഷ്ട്രർ ഒരു കാര്യം ഗാന്ധാരിയോട് പറഞ്ഞു. ഗാന്ധാരി, ഹസ്തിനപുരം മറന്നുപോയ ഒരു കാര്യമുണ്ട്. എന്റെ അമ്മാവനായ ഭീഷ്മരും മറന്നുപോയ കാര്യം. എന്തിനേറെ പറയുന്നു, ഞാൻ പോലും അത് മറന്നുപോയിരിക്കുകയായിരുന്നു. എനിക്ക് കാഴ്ചയില്ല എന്ന കാര്യം. ഒറ്റ നോട്ടത്തിൽ എന്നെ കണ്ടാൽ എനിക്ക് കാഴ്ചയില്ല എന്നാരും പറയില്ല. പക്ഷേ എത്ര വലിയ യോദ്ധാവായാലും എത്ര വലിയ സമർത്ഥനായാലും ഈ ഒരു കാര്യം എൻ്റെ കുറവ് തന്നെയാണ്. എൻ്റെ ലോകം ഈ ഇരുട്ട് മാത്രമാണ്. ഗാന്ധാരി എത്ര സുന്ദരിയായി എൻ്റെ മുന്നിൽ അണിഞ്ഞൊരുങ്ങി വന്നാലും എനിക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല. ഏത് വസ്ത്രമാണ് നല്ലതെന്ന് എന്നോട് ചോദിച്ചാലും എനിക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല. ഗാന്ധാരിയുടെ സന്തോഷം നിറഞ്ഞ ഏതൊരു നിമിഷവും എനിക്ക് കാണുവാൻ കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ, എന്നെ വിവാഹം ചെയ്യുന്നതിലൂടെ ഗാന്ധാരിയുടെ ജീവിതം ഇരുട്ടിലാകുമെന്നത് മാത്രമാണ് സംഭവിക്കുക. ഇതുകൊണ്ടൊക്കെ തന്നെ വിവാഹം വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചതാണ്. അമ്മാവനാണ് എന്നെ നിർബന്ധിച്ചത്. ഈ കാര്യങ്ങളൊന്നും ഞാൻ അമ്മാവനോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ മനസ്സിലാകുകയുമില്ല. ഗാന്ധാരിയുടെ ജീവിതം ഞാൻ കാരണം ഇരുട്ടിലാകാൻ എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ എന്നെ ഇഷ്ടമായില്ല എന്ന് ഗാന്ധാരി മാതാപിതാക്കളോട് പറഞ്ഞോളൂ. എനിക്കതിൽ പൂർണ്ണ സമ്മതമാണ്. ധൃതരാഷ്ട്രരുടെ ആ വാക്കുകൾ ഗാന്ധാരിയുടെ ഹൃദയം തകർത്തു. തിരിച്ചു വീട്ടിലെത്തിയിട്ടും ഗാന്ധാരിയുടെ ഉള്ളു കലങ്ങി മറിയുകയായിരുന്നു. അറിയാതെ ഗാന്ധാരിയുടെ കണ്ണുകൾ അന്ന് രാത്രി നിറഞ്ഞൊഴുകി. അന്ന് രാത്രി തന്നെ ഗാന്ധാരി തന്റെ തീരുമാനം മാതാപിതാക്കളെ അറിയിച്ചു. വിവാഹത്തിന് എനിക്ക് സമ്മതമാണ്. എന്നാൽ വിവാഹ നിശ്ചയ ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ആ കാഴ്ച ജനങ്ങൾ കണ്ടത്. ഗാന്ധാരിയുടെ മാതാപിതാക്കൾ ഈ വിവാഹത്തിനെപ്പറ്റി രണ്ടാമത് ചിന്തിക്കുവാൻ തുടങ്ങിയത് ആ നിമിഷമായിരുന്നു. കാരണം അവരുടെ മകൾ തന്റെ ഭർത്താവിന്റെ ലോകത്തേക്ക് എല്ലാ അർത്ഥത്തിലും പോകുവാൻ തീരുമാനിച്ചിരുന്നു. ഗാന്ധാരിയുടെ ആ തീരുമാനം മാതാപിതാക്കളുടെ ഹൃദയം തകർത്തു. എങ്ങനെയെങ്കിലും മകളെ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് അവർ തീരുമാനിച്ചു. മാത്രവുമല്ല, ഗാന്ധാരിയുടെ സഹോദരന്മാർക്കും ആ കാര്യം ഒട്ടും തന്നെ ദഹിക്കുന്നുണ്ടായിരുന്നില്ല. അവർ ഈ വിവാഹത്തിന് എതിർത്തു. തങ്ങളുടെ കുടുംബത്തിന്റെ എതിർപ്പ് ഭീഷ്മയോട് അവർ പറഞ്ഞു. എന്നാൽ ഭീഷ്മയ്ക്ക് ആ കാര്യം ഇഷ്ടപ്പെട്ടില്ല. നൽകിയ വാക്ക് തെറ്റിച്ചു എന്ന് പറഞ്ഞാൽ ഭീഷ്മയ്ക്കത് മൂർധാവസ്ഥയിൽ ദേഷ്യം കയറുന്ന ഒന്നാണ്. ധൃതരാഷ്ട്രരോട് അയാൾ സംഭവം പറഞ്ഞു. എന്നാൽ ധൃതരാഷ്ട്രർക്ക് ഗാന്ധാരിയല്ലാതെ മറ്റൊരു സ്ത്രീ വേണ്ട പോലും. ഭീഷ്മ ആകെ ആശയക്കുഴപ്പത്തിലായി. ഒരു യുദ്ധം ചെയ്ത് കലാപത്തിലൂടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട എന്ന് അയാൾ കരുതി. പക്ഷേ ആക്രമണമല്ലാതെ മറ്റൊരു വഴിയില്ലാതാനും. ശേഷം ഭീഷ്മ തന്റെ പടകളെയും കൂട്ടി ഗാന്ധാര രാജ്യത്തേക്ക് യാത്ര തിരിച്ചു. ഭീഷ്മയുടെ പട പൂർണ്ണമായും ആ കൊട്ടാരം പുറത്തുനിന്നും വളഞ്ഞു. ശേഷം ഉടനടി
കൊട്ടാരത്തിനകത്തുള്ളവരെ അവർ ബന്ദികളാക്കി. ഗാന്ധാരിയെ അവർ ഉടൻ തന്നെ ഹസ്തിനപുരത്തേക്ക് തട്ടിക്കൊണ്ടുപോയി. ശേഷം മാതാപിതാക്കളോടും സഹോദരന്മാരോടും ഭീഷ്മ നല്ല രീതിയിൽ സംസാരിച്ചു നോക്കി. പക്ഷേ അവരെന്തൊക്കെ വന്നാലും വിവാഹത്തിന് സമ്മതിച്ചിരുന്നില്ല. ശേഷം ഭീഷ്മ ഒരൊറ്റക്കൈ പ്രയോഗം നടത്താൻ തീരുമാനിച്ചു. എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം നൽകാൻ അയാൾ തീരുമാനിച്ചു. ഒരു പിടി അവിൽ മാത്രമായിരുന്നു ഒരു ദിവസത്തെ അവരുടെ എല്ലാവരുടെയും കൂടിയുള്ള ആകെ ഭക്ഷണം. വിവാഹത്തിന് ആര് സമ്മതിക്കുന്നുവോ അവർ ഈ നരകയാതനയിൽ നിന്നും മോചിക്കപ്പെടുന്നതാണ്. എന്നാൽ അവിടെയും ഭീഷ്മയ്ക്ക് തെറ്റി. അവർ ആരും തന്നെ വിവാഹത്തിന് സമ്മതിച്ചില്ല. അവർക്ക് ലഭിക്കുന്ന ഒരു പിടി അവൽ അവർ പരസ്പരം പങ്കിട്ട് കഴിച്ചു. എന്നാൽ 2 ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ ഒന്നുകൂടി വഷളായി. വിവാഹത്തിന് സമ്മതിക്കാതെ വിശപ്പ് സഹിക്കാനാകാതെ ഗാന്ധാരിയുടെ മാതാപിതാക്കൾ മരണമടഞ്ഞു. ഇനി ഗാന്ധാരിയുടെ 4 സഹോദരന്മാർ മാത്രമാണ് ജീവനോടെയുള്ളത്. ദിവസങ്ങൾ മുൻപോട്ടു പോകാൻ തുടങ്ങി. ഒരു രാത്രി അവരിലെ മൂത്ത സഹോദരൻ എല്ലാവരെയും വിളിച്ചു. നമ്മുടെ മാതാപിതാക്കളെ അയാൾ കൊന്നു, നമ്മുടെ സഹോദരിയെ അയാൾ അന്ധയാക്കി. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കുടുംബം അയാൾ കയറി ഇറങ്ങി നശിപ്പിച്ചു. നാം എന്തെങ്കിലും തെറ്റ് അയാളോട് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ മാതാപിതാക്കൾ ചെയ്തിട്ടുണ്ടോ? പിന്നെ എന്തിനു വേണ്ടി അയാൾ ഇത് നമ്മളോട് ചെയ്തു? അയാളുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനു വേണ്ടി. സഹോദരൻ പറയുന്നത് അവർക്ക് പൂർണ്ണമായും മനസ്സിലായില്ലെങ്കിലും അവർ കേട്ടുനിന്നു. അവൻ എന്തിനു വേണ്ടിയാണോ ഈ ബഹളങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അതില്ലാതാകണം. അവൻ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന അവന്റെ രാജകുടുംബം മുടിയണം. എല്ലാവരും തമ്മിൽ തല്ലിച്ചാകണം, അതും അവന്റെ കൺമുന്നിൽ കിടന്ന്. അതിനുവേണ്ടി കഠിനമായ ഒരു തീരുമാനം നാം ഇപ്പോൾ എടുക്കണം. നമ്മൾ 4 പേരും ഇങ്ങനെ വീതം വെച്ച് കഴിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ 4 പേരും മരണമടയും. അതുതന്നെയാണ് ഭീഷ്മയ്ക്ക് വേണ്ടത്. എന്നാൽ നമ്മളിൽ ഒരാൾ മാത്രം ആ അവിൽ തിന്നാൽ അയാൾ രക്ഷപ്പെടും. ആ ആൾക്ക് ഹസ്തിനപുരത്തിന്റെ അടിവേര് പിഴുതെറിയാൻ സാധിക്കും. നമ്മളിൽ ഏറ്റവും ശക്തനായ ആൾക്കായിരിക്കില്ല അത് കഴിയുക. അങ്ങനെ മൂത്ത സഹോദരൻ തങ്ങളിൽ ഏറ്റവും കൂർമ്മ ബുദ്ധിയുള്ള ഒരാളെ ഇതിനായി തിരഞ്ഞെടുത്തു, ശകുനി. ശേഷം അവർക്കെല്ലാവർക്കുമായി കിട്ടുന്ന അവിൽ ശകുനി ഒറ്റയ്ക്ക് കഴിക്കാൻ തുടങ്ങി. ഓരോ ദിവസം കഴിയും തോറും ഭക്ഷണം കഴിക്കാത്ത സഹോദരന്മാർ തന്റെ കൺമുന്നിൽ മരണമടയുവാൻ തുടങ്ങി. ഹൃദയം തകരുന്ന വേദനയോടെ അയാൾ ആ അവിൽ അപ്പോഴും കഴിക്കുന്നുണ്ടായിരുന്നു. മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യം വെച്ച് മാത്രം. കുറച്ച് ദിവസത്തിനുള്ളിൽ മൂത്ത സഹോദരൻ മരണം കാത്തുകിടക്കുന്ന അവസ്ഥയിലെത്തി. അവസാനമായി ഒരു വിചിത്ര കാര്യം അയാൾ ശകുനിയോട് പറഞ്ഞു. എന്റെ മരണശേഷം എന്റെ നട്ടെല്ലിലെ കശേരുക്കൾ എടുത്ത് നീ നിന്റെ ആയുധം ഉണ്ടാക്കണം. ആ ആയുധം ഉപയോഗിച്ചാൽ നിന്നെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ ആ പരമ്പരയിലെ എല്ലാവരും മരണമടഞ്ഞു. ശകുനി ഭീഷ്മയോട് തനിക്ക് വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും മോചിക്കപ്പെട്ടു. ശേഷം സഹോദരന്റെ നട്ടെല്ലിൽ നിന്നും തന്റെ വജ്രായുധം ശകുനി സൃഷ്ടിച്ചു.